Good morning. Cylindrical coordinates. The cylindrical coordinate system combines the polar description of a point in the plane with the rectangular description of the z component of a point in space. So, നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പോളാർ ഡിസ്ക്രിപ്ഷൻ ഇല്ലേ, നമ്മൾ ഡബിൾ ഇൻറ്റഗ്രേഷനിൽ പോളാർ കോർഡിനേറ്റ്സ് വെച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ പോളാർ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പോയിന്റ് ഇൻ ദി പ്ലെയിനിനെ നമുക്ക് പ്ലെയിനിൽ പോളാർ കോർഡിനേറ്റ്സ് ഉണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റെക്ടാങ്കുലർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് ഓഫ് ദി സെഡ് കമ്പണൻറ്റ് ഓഫ് എ പോയിന്റ് ഇൻ സ്പേസ്. അതിൽ സെഡ് കമ്പണൻറ്റിന് നമ്മളൊരു റെക്ടാങ്കുലർ ഡിസ്ക്രിപ്ഷൻ സ്പേസിൽ കൺസിഡർ ചെയ്യാണ്. As seen in this figure, the cylindrical coordinates of a point P are denoted by the order triple r theta z. അപ്പോൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൽ നമുക്ക് എക്സ് വൈ സെഡ് ഉണ്ട്, അതിൽ സെഡിനെ നമ്മൾ ഈ പോളാർ കോർഡിനേറ്റ്സിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ ഫസ്റ്റ് രണ്ട് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പോളാർ കോർഡിനേറ്റ്സ് ആയിരിക്കും. തേർഡ് കോർഡിനേറ്റ് സെഡ് എന്ന് പറയുന്നത് നമ്മുടെ rectangular coordinates-ലുള്ള z ആണ്. The word cylindrical arises from the fact that a point P in space is determined by the intersection of the planes z is equal to constant and theta is equal to constant with a cylinder r is equal to constant. അപ്പോൾ നമുക്ക് ഈ സിലിണ്ടറിക്കൽ എന്നുള്ള വേർഡ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു പോയിന്റിനെ, സ്പേസിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഇന്റർസെക്ഷൻ ഓഫ് ദി പ്ലെയിൻസ്. അപ്പം ഒരു പോയിന്റ്, സ്പേസിലുള്ള ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക, ഈ സെഡ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പ്ലെയിന് തീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റിന്റെയും സെഡ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പ്ലെയിനും പിന്നെ ഒരു സിലിണ്ടർ ആർ ഈക്വൽ ടു കോൺസ്റ്റന്റുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോർഡിനേറ്റ്സിനെ, ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെയാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പേസിലുള്ള ഒരു പോയിന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പോയിന്റ് ആണ് നമ്മുടെ പോളാർ കോർഡിനേറ്റ് ആർ തീറ്റ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഈ സെഡ് കമ്പണന്റും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആർ തീറ്റ സെഡ് എന്ന് പറയുന്ന സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, ഈ സിലിണ്ടറും ഈ തീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഈ റോസ് കളറുള്ള പ്ലെയിനും സെഡ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ബ്ലൂ കളറുള്ള പ്ലെയിനും കൂടെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പോയിന്റ് ആണ് ആക്ച്വലി നമ്മുടെ പോയിന്റ് പി എന്ന് പറയുന്നത്. ഒരു സ്പേസിലുള്ള ഒരു പോയിന്റ് പി എന്ന് പറയുമ്പോൾ അതിന്റെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്, ആ പി ലൈ ചെയ്യുന്ന സിലിണ്ടറിനെ തീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പ്ലെയിനും സെഡ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പ്ലെയിനും ഇന്റർസെക്ട് ചെയ്യണം. സോ ആ പോയിന്റിന് നമുക്ക് 3 കോർഡിനേറ്റ്സ് കിട്ടും, ആർ തീറ്റ സെഡ്. ആ കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. കൺവേർഷൻ ഓഫ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ടു റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്. അപ്പോൾ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, നമ്മൾ ഇനി അതിനെ എന്ത് ചെയ്യണം, റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഫ്രം ദി ഫിഗർ വി ഓൾസോ സീ ദാറ്റ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ഓഫ് എ പോയിന്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആർ തീറ്റ സെഡ് by means of x equal to r cos theta, y equal to r sin theta and z equal to z. അപ്പം നമുക്ക് അറിയാം, ആർ തീറ്റ എന്ന് പറയുന്ന പോളാർ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആയിരിക്കും. പോളാർ കോർഡിനേറ്റ്സിനെ നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കാറ്, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നാണ് എടുക്കാറ്. പിന്നെ അതിൻ്റെ സെഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ സെഡ് കോർഡിനേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആർ തീറ്റ സെഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ സെഡ് ഈക്വൽ ടു സെഡ്. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിനെ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ പ്രോബ്ലം ഒന്ന് കൺസിഡർ ചെയ്യും. Convert
8 pi by 3 7 in cylindrical coordinates to rectangular coordinates. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ് 8 pi by 3 7. അപ്പോൾ ഇതെന്ന് പറയുന്നത് കറസ്പോണ്ടിങ്ലി ആർ തീറ്റ സെഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആർ എന്ന് പറയുന്നത് 8 ആണ്, തീറ്റ എന്ന് പറയുന്നത് പൈ ബൈ 3 ആണ്, സെഡ് എന്ന് പറയുന്നത് 7 ആണ്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് കിട്ടണം. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആണ്, അതിൽ ആർ 8 ആണ്, തീറ്റ എന്ന് പറയുന്നത് പൈ ബൈ 3 ആണ്. സോ 8 കോസ് പൈ ബൈ 3, കോസ് പൈ ബൈ 3 എന്ന് പറയുമ്പോൾ 1/2 ആണ്. സോ 8 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്ന് വരും. അതുപോലെ y ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നാണ് നമ്മുടെ ഫോർമുല. ഇവിടെ ആർ 8 ആണ്, തീറ്റ പൈ ബൈ 3 ആണ്. സോ 8 സൈൻ പൈ ബൈ 3 എന്ന് കിട്ടും. സൈൻ പൈ ബൈ 3 എന്ന് പറയുന്നത് എന്താ, √3/2 ആണ്. സോ 8 ഇൻറ്റു √3/2. അപ്പോൾ ആ 2ഉം 8ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് 4√3 എന്ന് കിട്ടും. z ഈക്വൽ ടു z തന്നെയാണ്, അതായത് ഈ z കോർഡിനേറ്റ് തന്നെയാണ് നമ്മുടെ z. അപ്പോൾ z ഈക്വൽ ടു 7 എന്ന് കിട്ടും. സോ ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിനെ നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്തു, റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി കൺവേർഷൻ ഓഫ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ടു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. To express rectangular coordinates x, y, z as cylindrical coordinates, we use r square equal to x square plus y square, tan theta is equal to y by x, z equal to z. അപ്പോൾ നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, എക്സ് വൈ സെഡ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആർ തീറ്റ സെഡ് കണ്ടുപിടിക്കണം. സോ അതിനുള്ള ഫോർമുല ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ബൈ എക്സ് ആണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആയിരിക്കും. ഇവിടുന്ന് തീറ്റ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ സെഡ് ഇസ് ഈക്വൽ ടു സെഡ്. അപ്പോൾ ഈ സെഡ് ഈക്വൽ ടു സെഡ് എന്നുള്ളത് കോമൺ ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ. നമുക്കറിയാമല്ലോ പോളാർ കോർഡിനേറ്റ്സിനെ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലോട്ട് മാറ്റാൻ ആ സെയിം ഫോർമുല തന്നെയാണ്. ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ്, സെഡ് ഈക്വൽ ടു സെഡ്. ഒരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് -√2, √2, 1 in rectangular coordinates to cylindrical coordinates. So നമുക്ക് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്, -√2, √2, 1. സോ ഇത് നമ്മുടെ എക്സ് വൈ സെഡ്, എക്സ് വൈ സെഡ് തന്നിട്ടുണ്ട്. നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, ആർ തീറ്റ സെഡ് കണ്ടുപിടിക്കണം. സോ നമ്മൾ നേരത്തെ കണ്ട ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ എക്സ് എന്ന് പറയുന്നത് -√2 ആണ്, y എന്ന് പറയുന്നത് √2 ആണ്. സോ ആർ സ്ക്വയർ ഈക്വൽ ടു -√2 ദി ഹോൾ സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ, അതെന്തായിരിക്കും 4. അതുപോലെ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് അല്ലേ. അപ്പോൾ y √2 ആണ്, എക്സ് -√2 ആണ്. അപ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു √2 ഡിവൈഡഡ് ബൈ -√2. അപ്പോൾ ആ √2 ക്യാൻസൽ ചെയ്തിട്ട് -1 എന്ന് വരും. അപ്പോൾ ടാൻ ഓഫ് എന്താണ് -1? ടാൻ ഓഫ് എന്താണ് -1? ടാൻ 3π/4 അല്ലേ -1. കാരണം ടാൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ടാൻ തീറ്റ ആണ്. അപ്പോൾ ടാൻ ഓഫ് -π/4 എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഈ -π/4 നമ്മൾ പോസിറ്റീവായി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ മതി. അതായത് താഴോട്ട് π/4 ഡിഗ്രി പോവുക. അപ്പം അത് 3π/4 ഡിഗ്രി അല്ലേ, 3π/4 അല്ല ആംഗിൾ വരുന്നത് റേഡിയനിൽ. അപ്പോൾ 3π/4 ആയിരിക്കും തീറ്റ വരിക. ഇതുപോലെ z ഈക്വൽ ടു z, അപ്പോൾ ഡയറക്റ്റ് z 1 ആണെന്ന് കിട്ടും. സോ ഇവിടുന്ന് ആർ സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു ±2 ആയിരിക്കും. So if we take r is equal to 2, then consistent with the fact that x less than 0 and y greater than 0 ആണ്. ഇവിടെ നമ്മുടെ x നെഗറ്റീവ് ആണ്, y പോസിറ്റീവ് ആണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, x നെഗറ്റീവും y പോസിറ്റീവും എന്ന് പറയുമ്പോൾ
എക്സ് ലെസ് ദാൻ 0യും വൈ ഗ്രേറ്റർ ദാൻ 0യും ആണ്. സോ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ വി ടേക്ക് തീറ്റ ഈക്വൽ ടു 3π/4 നമുക്ക് കിട്ടും. കോൺസിക്വൻ്റ്ലി -√2 1 is equal to 2 3π/4 1 in cylindrical coordinates. അപ്പോൾ നമ്മൾ r is equal to 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ലെസ് ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0 അതുപോലെ തീറ്റ 3π/4 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ ഗിവൺ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആർ തീറ്റ സെറ്റ് എന്ന് പറയുന്നത് r is equal to 2 ആണ്, തീറ്റ എന്ന് പറയുന്നത് 3π/4 ആണ്, z എന്ന് പറയുന്നത് 1 ആണ്. സോ 2 3π/4 1 അതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് വരിക. ഇനി ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. So recall from section 9.11 that the area of a polar rectangle is delta A, that is equal to r star into delta theta, where r star is the average radius. So from the figure we see that the volume of a cylindrical wedge is simply delta V, that is equal to area of base into height. Volume base area into height ആണ് നമ്മുടെ വോളിയം ഫോർമുല. അപ്പോൾ അതിൽ നമുക്ക് ബേസ് ഏരിയ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം. ഏരിയ എന്ന് പറയുന്നത് പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു ആർ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്നുള്ള ഫോർമുലയാണ്. അത് നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ നോക്കിയിട്ടുണ്ട്. സോ ആ ഫോർമുലയിൽ നമുക്ക് ബേസ് ഏരിയയുടെ ഫോർമുല അറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ സെഡ് അല്ലേ, സെഡ് ആക്സിസിലാണ് ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി ഡെൽറ്റ സെഡ്. ദസ് ഇഫ് എഫ് ഓഫ് ആർ തീറ്റ സെഡ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഓവർ ദി റീജിയൻ ഡി ആസ് ഷോൺ ഇൻ ഫിഗർ 9.15b, then the triple integral of f over d is given by, so triple integral over d f of r theta z dv is equal to double integral over r into integral f1 of r theta to f2 of r theta f of r theta z dz dA എന്ന് വരും. ഇത് നമ്മുടെ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഫോർമുല. അപ്പം അതെന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ എഴുതുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ, ഇൻ്റഗ്രൽ g1 of theta to g2 of theta, integral f1 of r theta to f2 of r theta, f of r theta z into r dz dr d theta. ഓക്കെ, ഇപ്പോൾ നമ്മളതിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ മാറ്റി എഴുതുമ്പോൾ ഈ ട്രിപ്പിൾ ഇൻ്റഗ്രൽ എന്തായി മാറും? ഈ ഫോർമുലയായി മാറും. ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ, ഇൻ്റഗ്രൽ g1 of theta to g2 of theta, integral f1 of r theta to f2 of r theta, f of r theta z r dz dr d theta. അതായത് ഈ dz-ൻ്റെ അടുത്ത് കിടക്കുന്ന ഇൻ്റഗ്രലാണ് f1 of r theta മുതൽ f2 of r theta വേരി ചെയ്യുന്നത്. അപ്പോൾ z എന്ന് പറയുന്ന ആള് f1 to f2 വേരി ചെയ്യുന്നുണ്ട്. r എന്ന് പറയുന്ന ആള് g1 of theta to g2 of theta വേരി ചെയ്യുന്നുണ്ട്. ആൻഡ് theta is varying between alpha to beta. അതാണ് ഈ ഫിഗറിൽ ഡിപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സെഡിൻ്റെ വേരിയേഷൻ കണ്ടോ? f1 of r theta മുതൽ f2 of r theta വരെയാണ് സെഡിൻ്റെ വേരിയേഷൻ പോകുന്നത്. ആറിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് g1 തീറ്റ മുതൽ g2 തീറ്റ വരെ വേരിയേഷൻ പോകുന്നുണ്ട്. ആൻഡ് തീറ്റയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് ഫ്രം ആൽഫ ടു ബീറ്റയാണ് തീറ്റ വേരി ചെയ്യുന്നത്. ഇതിലൊരു സ്മോൾ പോർഷൻ എടുത്തിട്ട് കാണിച്ചിട്ടുള്ളതാണ് ഇത്. ഇനി നമുക്കൊരു സെന്റർ ഓഫ് മാസിന്റെ പ്രോബ്ലം നോക്കാം. A solid in the first octant has the shape determined by the graph of the cone z is equal to root of x square plus y square. അപ്പോൾ ഒരു സോളിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഒക്ടന്റിലുള്ള ഒരു സോളിഡ് ആണ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻഡ് ബൈ ദി ഗ്രാഫ് ഓഫ് ദിസ് കോൺ
z is equal to root of x square plus y square, and the planes z equal to 1, x equal to 0 and y equal to 0. So ഈ കോണും ഈ പ്ലെയിൻസും ആണ് ഈ സോളിഡിന്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫൈൻഡ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി if the density is given by rho of r theta z is equal to r. നമുക്ക് സെന്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് r ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലാണ് തന്നിട്ടുള്ളത്. So in view of equation 4, the equation of the cone is z is equal to r. അപ്പോൾ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ മാറ്റിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് പോളാർ കോർഡിനേറ്റ്സിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എക്സും വൈയും സെറ്റും തന്നിട്ടുണ്ടെങ്കിൽ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്തായി മാറും, z is equal to r എന്നുള്ള ഇക്വേഷനായി മാറും. കോണിൻ്റെ ഇക്വേഷൻ z is equal to r എന്ന് കിട്ടും. ഹെൻസ് ബിക്കോസ് നമ്മൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ്. നമ്മൾ ഇക്വേഷൻ 4 മുന്നേ കണ്ടു. സോ അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z is equal to r എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഹെൻസ് വി സീ ഫ്രം ഫിഗർ, ഈ ഫിഗറിൽ നിന്ന് ഇവിടെ നമ്മുടെ കോൺ ഉണ്ട്, പിന്നെ നമ്മുടെ പ്ലെയിൻ z equal to 1 എന്ന് പറയുന്ന പ്ലെയിൻ ഉണ്ട്, പിന്നെ x equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ y ആക്സിസ് ആണ്, അതുപോലെ y equal to 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ x ആക്സിസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെന്റർ ഓഫ് മാസിൽ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ d r dv ആണ്. സെന്റർ ഓഫ് മാസിന്റെ ഫോർമുല ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ d r dv. ഇവിടെ സെന്റർ ഓഫ് മാസിന്റെ ഫോർമുല ആക്ച്വലി ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ d റോ ഓഫ് r തീറ്റ സെറ്റ് dv ആണ്. ഇവിടെ റോ ഓഫ് r തീറ്റ സെറ്റ് എന്ന് പറയുന്നത് r ആയത് കാരണം that is equal to triple integral over d r dv. So മാസ് കാണാനുള്ള ഇക്വേഷൻ m is equal to triple integral over d rho of r theta z dv ആണ്. അതിൽ rho of r theta z എന്ന് പറയുന്നത് r ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ d r dv എന്ന് കിട്ടും. ഇനി നമുക്ക് ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കൊടുക്കുകയാണ്. ഈ dvനെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് r dz dr d തീറ്റ എന്നാണ്. നമ്മുടെ ഇപ്പം ഇവിടെ ഫോർമുല നമുക്കറിയാം എന്താണ്, എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഡി വിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ എഴുതുമ്പോൾ ദാറ്റ് വിൽ ബി എഫ് ഓഫ് ആർ തീറ്റ സെഡ് ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റയാണ്. സോ ഈ ഡി വിക്ക് പകരം നമുക്ക് ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റ എന്ന് വരും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആർ ഡി സെഡ് ഡി ആർ ഡി തീറ്റയാണ്, അതിൽ ഡി സെഡ്. അപ്പോൾ ഫസ്റ്റ് ഇന്നർമോസ്റ്റ് ഇൻറ്റഗ്രലിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡി സെഡിൻ്റെ, അതായത് സെഡിൻ്റെ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. സെഡിൻ്റെ ലിമിറ്റ് ഇവിടെ എത്ര വരും, ഇവിടെ ആർ ടു 1 ആണ് സെഡിന് ലിമിറ്റ് വരുന്നത്. z ഈക്വൽ ടു ആർ മുതൽ z ഈക്വൽ ടു, കാരണം ഇവിടെ z ഈക്വൽ ടു 6 ആണ് നമ്മുടെ കോണ്. അപ്പോൾ ആ കോണിൻ്റെ z ഈക്വൽ ടു 6 ആണ്. പിന്നെ നമ്മുടെ പ്ലെയിന് z ഈക്വൽ ടു 1 വരെ വരുന്നുണ്ട്. സോ കോണ് z ഈക്വൽ ടു 6 മുതൽ പ്ലെയിൻ z ഈക്വൽ ടു 1 വരെയാണ് സെഡിൻ്റെ വേരിയേഷൻ. സോ z വേരീസ് ഫ്രം r ടു 1. അപ്പോൾ ഡി സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് r ടു 1 ഇന്നർമോസ്റ്റ് ഇൻറ്റഗ്രലിന് കൊടുത്തു. ഇനി ഡി ആർ ആണുള്ളത്. അപ്പോൾ ആറിൻ്റെ വേരിയേഷൻ എവിടെ തൊട്ട് എവിടെ വരെയാണ് നോക്കണം. ആറിൻ്റെ വേരിയേഷൻ 0 to 1 ആണ്. കാരണം r എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ കാരണം ഈ കോണിൽ നമ്മൾ അതൊരു കോൺ z ഈക്വൽ ടു 6 ആണ് നമ്മുടെ കോണ് വരുന്നത്. ഇവിടെ ഡി ആർ എന്ന് പറയുമ്പോൾ ആറിൻ്റെ വേരിയേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 0 to 1 വരെയാണ്. ആ കോണ് നമുക്ക് ഈ പ്ലെയിനുകളുമായി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ z ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിനും പിന്നെ എക്സ് ആക്സിസും വൈ ആക്സുമായി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആർ എന്ന് പറയുന്നത് 0 to 1 വരെയാണ് വേരി ചെയ്യുന്നത്. 1 യൂണിറ്റ് ആ റേയുടെ ലെങ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ r ഈക്വൽ ടു 0 to 1 വരെയാണ് ആറിൻ്റെ വേരിയേഷൻ വരുന്നത്. ആൻഡ് തീറ്റ ഈസ് വേരിയിങ് ഫ്രം 0 to π/2.
കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിലായത് കാരണം തന്നെ നമുക്ക് എന്താണ് 0 to π/2 വരെയാണ് റൊട്ടേഷൻ നോക്കേണ്ടുള്ളൂ. കാരണം ഫിഗർ സോളിഡ് ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് π/2 0 മുതൽ π/2 വരെയാണ് ആംഗിൾ വേരിയേഷൻ നടക്കുള്ളൂ അവിടെ. സോ തീറ്റയുടെ വേരിയേഷൻ ഈസ് ഫ്രം 0 to π/2, ആറിന്റെ വേരിയേഷൻ 0 to 1, സെഡിന്റെ വേരിയേഷൻ ആണ് r to 1. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to π/2 ഇന്റഗ്രൽ 0 to 1 ഇവിടെ r² dz ആണ്. r² dz എന്ന് പറയുമ്പോൾ r² z ആയി മാറും. കാരണം r² കോൺസ്റ്റന്റ് ആയിരിക്കും. dz ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z ആയി മാറും. വിത്തിൻ ദി ലിമിറ്റ് r to 1 ആണ്. ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് z-നാണ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കേണ്ടത്. കാരണം വിത്ത് റെസ്പെക്ട് ടു dz ആണ് നമ്മൾ ആദ്യം ചെയ്തത്. സോ z-ന് ലിമിറ്റ് കൊടുക്കുമ്പോൾ r² മൈനസ് r³ എന്ന് വരും. ഇനി അതിനെ വിത്ത് റെസ്പെക്ട് ടു r ഇന്റഗ്രേറ്റ് ചെയ്യാണ്. എന്നിട്ട് 0 to 1 ലിമിറ്റ് കൊടുക്കാം. ആ റിസൾട്ടിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുക dθ. എന്നിട്ട് 0 to π/2 ലിമിറ്റ് കൊടുക്കുക. സോ യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ π/24. കമ്പ്യൂട്ടേഷൻ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് നമുക്ക് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷെ നിങ്ങൾ കുറേ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഐഡിയ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 3 ഡയമെൻഷനിലാവുമ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ കേസിൽ വരുമ്പോൾ 3 ഡയമെൻഷനിലാണ്. സോ നമുക്കത് ഇമാജിൻ ചെയ്തെടുക്കാൻ ഇച്ചിരി ടഫായിരിക്കും. സോ ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ നമുക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും. നമുക്ക് മാസ് ആണ് ഇപ്പൊ കിട്ടിയത്. നമുക്ക് സെന്റർ ഓഫ് മാസ് ആണ് ഈ പ്രോബ്ലത്തിൽ കാണേണ്ടത്. സോ നമുക്കറിയാം mxy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ d z into rho of xyz dv ആണ്. അതിൽ നമ്മൾ rho of xyz r ആയത് കാരണം zr dv എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ z into dvക്ക് പകരം നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആക്കുമ്പോൾ നമുക്ക് എന്ത് വരും? r dz dr dθ എന്ന് വരും. സോ ആ ആറും ഈ ആറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് r² ഇവിടെ വന്നത് zr² dz dr dθ എന്ന് വരും. ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ നേരത്തെ ചെയ്ത സെയിം ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ തന്നെയാണ്. z-ന്റെ r മുതൽ 1 വരെ, r-ന്റെ 0 മുതൽ 1 വരെയും, തീറ്റയുടെ 0 മുതൽ π/2 വരെയും. എന്നിട്ട് നമ്മൾ നോർമൽ ഇന്റഗ്രേഷൻ ചെയ്യുന്നു. വിൽ ബി ഗെറ്റിംഗ് ആൻസർ π/30. In the integrals for mxz and myz, we substitute y is equal to r sin theta and x equal to r cos theta. So ഈ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എക്സിനും വൈനും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്, അതായത് പോളാർ കോർഡിനേറ്റ്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ mxz എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? y ഇൻറ്റു റോ ഓഫ് xyz dv എന്നാണ് ഫോർമുല. സോ റോ ഓഫ് xyz r ആണ്. അതുപോലെ വൈന് ആർ സൈൻ തീറ്റയും കൊടുത്തു. സോ r² സൈൻ തീറ്റ dv ആവും. ഇനി അതിനെ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലോട്ട് മാറ്റുമ്പോൾ dvക്ക് പകരം നമുക്ക് എന്താണ്? r dz dr dθ ആണ്. സോ ആ ആറും ഈ r² കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് r³ സൈൻ തീറ്റ dz dr dθ എന്ന് വന്നത്. അത് നേരത്തെ കണ്ടുപിടിച്ച സെയിം ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വെച്ച് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ വിൽ ബി ഗെറ്റിംഗ് ആൻസർ 1/20. ഇനി myzന്റെ ഫോർമുല ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ d x ഇൻറ്റു റോ ഓഫ് xyz dv ആണ്. അതിൽ എക്സിന് നമ്മൾ r cos തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ റോ ഓഫ് xyzന് r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആ r² കിട്ടിയത് r² cos തീറ്റ dv എന്ന് വന്നത്. ഇനി dvക്ക് പകരം നമുക്ക് എന്താണ്? r dz dr dθ ആണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലോട്ട് മാറ്റുമ്പോൾ ആ ആറും ഈ r² കമ്പൈൻ ചെയ്തു r³ cos തീറ്റ dz dr dθ എന്ന് വന്നു. നേരത്തെ കണ്ടുപിടിച്ച സെയിം ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/20 ആൻസർ കിട്ടും. അപ്പം ഹെൻസ് എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് ആണ് x ബാർ y ബാർ z ബാർ. അപ്പൊ x ബാർ എന്ന് പറയുന്നത് myz/m ആണ്.
അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനൽ ആൻസർ അപ്രോക്സിമേറ്റ്ലി 0.38 കിട്ടും. y bar mxz/m ആണ്. y bar is equal to mxz/m ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്രോക്സിമേറ്റ്ലി 0.38 കിട്ടും. z bar is equal to mxy/m ആണ്. ഈ ഫോർമുലാസ് ഒക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഫോർമുലാസ് ആണ്. സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് അതിൽ z bar is equal to mxy/m ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അപ്രോക്സിമേറ്റ്ലി 0.8 കിട്ടും. അപ്പോൾ നമ്മുടെ സെന്റർ ഓഫ് മാസിന്റെ അപ്രോക്സിമേറ്റ് കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. x bar, y bar, z bar ആണ്. അതെന്താണ്? 0.38, 0.38, 0.8. സോ ഈ പ്രോബ്ലം എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിൽ ചോദിക്കാം, അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് ലൈവ് ക്ലാസ് തേഴ്സ്ഡേ 1st അവറും 4th അവറും ആണ്. സോ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഡൗട്ടുകൾ ഉള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിൽ ചോദിക്കണമെങ്കിൽ അപ്പം ചോദിക്കാം. അതല്ല ലൈവ് ക്ലാസ്സിൽ വരുമ്പോഴാണ് ചോദിക്കാൻ സൗകര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് വെച്ചിരിക്കരുത്. ഉള്ള ഡൗട്ട്സ് അപ്പോൾ ക്ലിയർ ചെയ്ത് പോകണം. കാരണം ഇനി നിങ്ങൾ സെം എക്സാം ആകുമ്പോൾ ഇതെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഓർമ്മ വരണമെന്നില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ നോട്ട്സൊക്കെ കറക്റ്റായി എഴുതുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. എല്ലാം നോട്ട്ബുക്കിൽ പ്രോബ്ലംസ് ചെയ്ത് വെക്കാം. പിന്നെ അസൈൻമെന്റ് ഒക്കെ തരുമ്പോൾ കറക്റ്റായി സബ്മിറ്റ് ചെയ്യാം. ഞാൻ അസൈൻമെന്റ് തന്നെ ഇനിയും കുറേ പേര് സബ്മിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് തോന്നുന്നുണ്ട്. സോ അത് വെച്ചിട്ടാണ് ഇനി ഞാൻ ഇന്റേണൽ മാർക്സ് കുറവുള്ളവർക്ക് കൺസിഡർ ചെയ്യാം. സോ അത് നിങ്ങൾ വേഗം സബ്മിറ്റ് ചെയ്യാൻ നോക്കണം. നെക്സ്റ്റ് അസൈൻമെന്റ് ഞാൻ ഇന്നോ നാളെയോ ഒക്കെ എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.